രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. കാരണം അവരാണല്ലോ സർക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം അവർക്ക് പണം, വൈറ്റ് പണവും കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അധിക വില കിട്ടിയെന്ന് മാത്രമല്ല, 17,65,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്, സർക്കാർ കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് വൈറ്റ് മണിയായി കിട്ടി. ആ സൗകര്യം ചെയ്തു കൊടുത്തു. 35,000 ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഭൂമി ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നതാണ്. ഉറപ്പായിട്ടും. എന്താ സംശയം? കള്ളപ്പണ ഇടപാട് നടന്നല്ല, അവരുടെ പണം വെളുപ്പിക്കാനുള്ള സാഹചര്യവും സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു. എന്താ സംശയം? അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്തിന് ഈ ചതുപ്പ് പ്രദേശം വാങ്ങി? ഇദ്ദേഹത്തെ പോലെയുള്ള സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്കും 2,000 രൂപയ്ക്കും ഒക്കെ വാങ്ങിയ ഭൂമി എന്തിനാണ് സംസ്ഥാന സർക്കാർ 1,60,000 വാങ്ങിയത്? മാത്രവുമല്ല, യു ഡി എഫ് ഏറ്റെടുത്തിട്ടില്ല. ഇല്ലില്ല. അന്ന് ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലങ്ങളും കണ്ടിരുന്നു. അന്ന് ബെഞ്ചുമാർക്കിന്റെ ഒരു സ്ഥലം, ബെഞ്ചുമാർക്ക് സ്കൂള്, അവർ സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം പറഞ്ഞു. ആദവനാട് വേറെ സ്ഥലം കണ്ടിരുന്നു. ബെഞ്ചുമാർക്കിന്റെ സ്ഥലം അന്ന് അവരാവശ്യപ്പെട്ട തുക തന്നെ 1,20,000 അപ്പൊ അന്ന് അവർ പറഞ്ഞു അതത്ര നല്ല സ്ഥലമല്ല. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന സ്ഥലം. അവർ പറഞ്ഞു റോഡിന് അത്ര വീതിയില്ലാന്ന്. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന ബെഞ്ചുമാർക്കിന്റെ സ്ഥാപനം. അവർ ചോദിച്ചത് 1,20,000. നെഗോഷിയേറ്റ് ചെയ്ത പിന്നെയും കുറയും. ആദവനാട് വേറെ ഭൂമി, നിർമ്മാണ യോഗ്യമായ ഭൂമി, കുറഞ്ഞ വിലക്ക് സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞത്, അതൊന്നും ഏറ്റെടുക്കാതെ UDF കാലത്ത് ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളെല്ലാം പ്രപ്പോസലായി പറഞ്ഞിരുന്നു. UDF ഒരു സ്ഥലവും ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് മാറി വന്ന സർക്കാർ ദ്രുതഗതിയിൽ ഇവരുമായി ചർച്ച നടത്തി. അതും ഇതിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, അതായത് ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ വകുപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവരുമായി ഒരു നെഗോഷിയേഷൻ നടത്തി. അവര് 1,70,000 ചോദിച്ചു, സർക്കാർ 1,60,000 കൊടുത്തു. ചോദിച്ചു തന്നെ ഇതൊക്കെ നേരത്തെ ധാരണയാക്കിയതാണ് 1,60,000. അപ്പൊ 1,70,000 വെറുതെ 1,70,000 ചോദിച്ചു, 10,000 കുറച്ചു. പഞ്ചായത്ത് പ്രമേയം പാസാക്കി. അതുപോലെ തന്നെ നാട്ടുകാർ എതിർപ്പ് പറഞ്ഞു. വിവാദമായതിന് പിന്നാലെ ഇത് ഇടപാടുകൾ തൽക്കാലത്തിൽ നിർത്തിവെക്കുകയും പിന്നീട് ഒരു കമ്മിറ്റിയെ വെക്കുകയും ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കളക്ടർക്ക് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വെക്കുകയും അതിനിടയിൽ ഹരിത ട്രിബ്യൂണലിന്റെ പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇത് 17 സംതിങ് ഏക്കർ ഭൂമി ഈ കണ്ടൽക്കാട് ഒഴിവാക്കിക്കൊണ്ടുള്ള 11 ഏക്കർ ഏറ്റെടുക്കുന്നതും പിന്നെ ആ തീരുമാനിച്ച 1,60,000 നിന്നും 10,000 രൂപ കുറച്ച് 70,000 10,000 കുറച്ച്. അതെ, അങ്ങനെയാണല്ലോ അവരുടെ വാദം. അവരുടെ വാദം. അതായത് ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് സമിതിയെ ഉണ്ടാക്കുന്നു. ആ തട്ടിക്കൂട്ട് സമിതി ഇവർക്ക് താല്പര്യമുള്ള ചില ആളുകൾ, അന്ന് മലയാള സർവകലാശാലയിലെ നിയമനവും അതിന്റെ സ്ഥലമാറ്റവും ഒക്കെ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ഈ ഭൂമി ഏറ്റെടുക്കലിന് ആരൊക്കെയാണോ എതിര് നിൽക്കുന്നത് അവരെല്ലാം മാറ്റി സർക്കാരിന് താല്പര്യമുള്ള, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു സമിതിയെ വെച്ചു. ആ സമിതി ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു റിപ്പോർട്ടുണ്ടാക്കി. എന്നാൽ ഗ്രീൻ ട്രിബ്യൂണൽ വെച്ച ആധികാരികമായ സമിതിയാണ് പറഞ്ഞത് ഈ ഭൂമി CRZ 3-ൽപ്പെട്ടതാണ്, NDZ-ൽ പെട്ടതാണ്, മാംഗ്രൂവ്സ് ഉണ്ട്, കണ്ടൽക്കാടുള്ളതാണ്, ഇവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ആ സമിതി പറഞ്ഞ ഭൂമിയാണ്. ഗ്രീൻ ട്രിബ്യൂണലിലെ ഈ റിപ്പോർട്ട് ഇപ്പോഴും നിലനിൽക്കൊണ്ടാണല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കാത്തത്. അതുകൊണ്ടാണല്ലോ TMGയുടെ തുഞ്ചൻ കോളേജിന്റെ സ്ഥലം ഏറ്റെടുക്കണം എന്ന ആവശ്യവുമായി ഇപ്പൊ സർക്കാർ രംഗത്ത് വന്നത്. അപ്പൊ ഈ ഭൂമി എന്ത് ചെയ്യും? ഞങ്ങൾ ചോദിക്കുന്നത് ഈ 11 ഏക്കർ 1,60,000 രൂപക്ക് വാങ്ങി ഈ ഭൂമി എന്ത് ചെയ്യും? ഇതിന്റെ പണം എങ്ങനെ സർക്കാർ നഷ്ടമായി? ആ പണം ആര് കൊടുക്കണം? അതിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അത് ഈടാക്കണം. മാത്രമല്ല ഇതിൽ കൂട്ടാളികളായ എല്ലാവർക്കുമെതിരെ കേസെടുത്ത് നിയമ നടപടിക്ക് സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. വെറുതെ പറയുന്നതല്ല, ഇത് വിറ്റ ആളെ അടക്കം സാക്ഷിമൊഴിയായി മാധ്യമങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങളെ ഏതൊക്കെ നിലക്ക് സമീപിക്കാൻ പറ്റുമോ അതൊക്കെ സമീപിക്കും. പക്ഷേ ആരാ വിജിലൻസ്? വിജിലൻസിന്റെ ഭരണം ആർക്കാണ്? ഇതിൽ UDF ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടില്ലേ? അതായത് ഇങ്ങനെയുള്ള ഒരു ഭൂമി കച്ചവടം സ്വാഭാവികമായിട്ട് അന്ന് വലിയ തോതിൽ വാർത്തയായതാണ്. മാധ്യമങ്ങൾ ഇത് വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ്. അതിൽ ഈ പറയുന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റുകാർ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിയിരുന്നുവെന്നും ആ ഭൂമിയാണ് വിറ്റത് നമുക്കൊന്നും അറിയാമായിരുന്നു. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഒരു കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ആ സബ്മിഷന് പിന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി അന്ന് സംസ്ഥാന സർക്കാർ നൽകിയില്ല. പിന്നീട് വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസ് അന്വേഷണം നടത്തിയില്ല. ഇപ്പോ ചില പൊതുപ്രവർത്തകർ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഞങ്ങൾ സമരം നടത്തി, ഞങ്ങൾ നിരന്തര സമരം നടത്തി. ഇവിടുത്തെ യൂത്ത് ലീഗ് നിരന്തര സമരം നടത്തി. ഞങ്ങളൊക്കെ അതിന് നേതൃത്വം കൊടുത്തു, അറസ്റ്റ് വരിച്ചു, എന്തെല്ലാം സംഭവങ്ങൾ. മാത്രമല്ല ഇതെല്ലാം കോവിഡിന്റെ മറവിലാണ് ഈ തട്ടിപ്പൊക്കെ നടന്നത്. 2019 അന്ന് ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം കോവിഡ്
കോവിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയത്. ആ കോവിഡിന്റെ മറവിൽ നടത്തിയ ഒരു കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ഈ ഭൂമി കച്ചവടം. അന്ന് ഓൺലൈനിലാണ് തറക്കല്ലിട്ടത്. അപ്പൊ ഇത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് സർക്കാർ ഖജനാവിന് നഷ്ടം സംഭവിച്ചതാണ്. ഇത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊള്ളയടിച്ചതാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിന് CPM-കാരായ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരോ സ്വതന്ത്രന്മാരോ ആയ ആളുകളുടെ കയ്യിൽ നിന്ന്, ഇടനിലക്കാരായി നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ്. നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. വയനാട്ടിലെ ഒരു ഭൂമി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ലീഗ് എടുത്തപ്പോ അത് 99,000-നും 1,06,000-നും ഒക്കെ ഭൂമി വാങ്ങിയപ്പോൾ അത് തോട്ടഭൂമിയാണ്, അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അതുകൂടി ആലോചിക്കണം നിങ്ങൾ. സ്വന്തം കളവ് കണ്ടുപിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്ന ഒരു മുൻ മന്ത്രിയാണ്. മുൻ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജിവെച്ച് നാണം കെട്ട് ഒഴിഞ്ഞുപോയ ഒരു മാന്യനാണല്ലോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വയനാട്ടിലെ ഭൂമിയിൽ ഇപ്പൊ നിർമ്മാണം ആരംഭിച്ചു. അപ്പൊ അത് തെറ്റാണെന്ന് തെളിഞ്ഞു അദ്ദേഹത്തിന്റെ ആരോപണം. എന്നാൽ ഈ ഭൂമിയിൽ ഇന്ന് വരെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന വഴിയിൽ കുറച്ച് മെറ്റലിട്ടത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അത് ഇവിടെ നിർമ്മാണത്തിനല്ല, അത് റോഡ് പണിക്ക് വേണ്ടി ആ സ്വകാര്യ സ്ഥലത്ത് ആരോ കൊണ്ടുപോയി ഇറക്കിയതാണ്. KT ജലീൽ നിഷേധിക്ക അതെ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഒരു അവസരം കൊടുക്കണം അദ്ദേഹത്തിന് നിലപാട്. അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും, ഒരു സംശയം വേണ്ട. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വിഷയം ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. 35,000-ന് വിറ്റ ഒരാളെ ഞങ്ങൾ ഹാജരാക്കി. അത് 5 സെന്റും 10 സെന്റും ഒന്നും അല്ല. ഇതിനകത്ത് 11 ഏക്കറിൽ 2 ഏക്കർ 85 സെന്റ് സ്ഥലം വിറ്റ ആളാണ് ഇദ്ദേഹം, മൊയ്തീൻ ഖാ. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. ആ ഭൂമിയാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോ 1,60,000-ന് വിറ്റത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഭൂമിയിൽ തന്നെ എത്ര കോടിയാണ് ലാഭം? ഇനി ബാക്കിലോട്ടൊക്കെ പോകുമ്പോൾ 2,000-നൊക്കെ വിറ്റ ആളുകളില്ലേ? പല ആളുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ കവർച്ചാ സംഘം, ആ കവർച്ചാ സംഘത്തിനെ ഭയമായതുകൊണ്ടാണ് പല ആളുകൾ. ഇപ്പൊ ഒരു കവർച്ചാ സംഘത്തിന്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പൊ അടുത്ത കാലത്ത്, കുറുവാ സംഘം. ഈ തിരൂരിലെ കുറുവാ സംഘം, തിരൂരിലെയും തവനൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം, സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു മൊയ്തീൻ ഖാണ്. ഇദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം. ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കാര്യം. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവരത് തുറന്നു പറയാൻ തയ്യാറാകാത്തത്. മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളും ഭൂമി നൽകിയിട്ടുണ്ട്. ഉണ്ട്. അല്ല, അത് അന്വേഷിക്കട്ടെ. ഇപ്പൊ നമ്മൾ നേരിട്ട് പങ്കില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ്. ജലീലിനെതിരായ തെളിവ് പുറത്തുവിടുന്നു പറയുന്നത്, അതായത് ഇതിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അദ്ദേഹം പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തെളിവാണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഭൂമി ഏറ്റെടുത്ത് അത് തെളിവ് വരുമ്പോൾ നിങ്ങൾ വിലയിരുത്തി. ഈ അഴിമതി എത്ര കോടിയുടെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് 10 കോടി, 15 കോടി അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 10. അത് ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞ 15 കോടി. അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അത് ജലീലിനെ ചോദ്യം ചെയ്തിട്ട് ജലീലാണ് അത് പറയേണ്ടത്. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അദ്ദേഹം എത്ര ഇനി പരമാവധി ഇതൂടെ പറഞ്ഞുതരാം, പരമാവധി പിടിച്ചു നിൽക്കാൻ കഴിയുക ഒരു 6 മാസം കൂടിയാണ്. 2026 ഏപ്രിൽ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ജനകീയ ഗവൺമെന്റ് അധികാരത്തിൽ വരും. കണക്ക് പറയിപ്പിക്കും, ഒരു സംശയം വേണ്ട, മറുപടി പറയിപ്പിക്കും. എത്രയാണോ ഈ നാട്ടിലെ നികുതി പണം കൊടുക്കുന്ന സാധാരണക്കാരന്റെ പണം ഇവർ അപഹരിച്ചത്, അത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു മാത്രമല്ല, തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല, അവരൊക്കെ ജയിലഴി എണ്ണേണ്ടി വരും.